Once again, welcome back to my channel. ഫണ്ണി വീഡിയോ കണ്ടൻറ്റുകളും അതുപോലെ തന്നെ ടെക്നോളജിയിൽ വരുന്ന പുതിയ പുതിയ അപ്ഡേറ്റുകളും അതിനോട് അനുബന്ധിച്ചുള്ള പ്രൊജക്റ്റുകളും ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയും ടെക്നോളജിയുടെ പ്രൊഡക്റ്റുകളും മെറ്റാവേഴ്സയും അതുപോലെ പുതിയ പുതിയ ബിസിനസ് ഓപ്പർച്യൂണിറ്റികളെയും പരിചയപ്പെടുത്തുന്ന ഒരു ചാനലാണ് ഫണ്ടൊക്കെ. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, മുകളിൽ കാണുന്ന ബെൽ ബട്ടൺ എനേബിൾ ആക്കി വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളുടെ കൈകളിലേക്ക് എത്തുകയുള്ളൂ. നമുക്ക് നേരെ അടുത്തൊരു വീഡിയോയിലേക്ക് പോവാം. പി ലൗഡ് ആപ്പിൽ പുതിയതായി വന്നിരിക്കുന്ന അപ്ഡേഷനാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടൻറ്റ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ ബി ലൗഡ് ആപ്പ് ഓപ്പൺ ചെയ്യുക. അവിടെ മുകളിൽ എയർ ഡ്രോപ്പ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ കാണുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതില്ലാത്തവരാണെങ്കിൽ പ്ലേ സ്റ്റോറിൽ പോയി ബി ലൗഡ് ആപ്പ് അപ്ഡേഷൻ ചെയ്ത് വരേണ്ടതാണ്. അപ്ഡേഷൻ ചെയ്യുന്നവർക്കാണ് അങ്ങനെ ഒരു ഇൻ്റർഫേസിലേക്ക് കാണുക. ഇവിടെ ക്രൈറ്റീരിയ എല്ലാവർക്കും $200 ആയിരിക്കും ഫസ്റ്റ് വന്ന് കിടക്കുക. നിങ്ങൾ ഒരുപാട് അഫിലിയേറ്റ് പ്രോഗ്രാം ചെയ്തിട്ടോ കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്തവരാണെങ്കിലും ഫസ്റ്റ് $200 എയർ ഡ്രോപ്പ് ആയിരിക്കും വന്ന് കിടക്കുക. അത് ക്രൈറ്റീരിയ ഫുള്ളാക്കിയാൽ മാത്രമേ അടുത്ത എയർ ഡ്രോപ്പിലേക്ക് നിങ്ങൾ 400 പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ ജമ്പായി പോവുകയുള്ളൂ. അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഏറ്റവും ലാസ്റ്റത്തെ ക്രൈറ്റീരിയ ആണ് സോഷ്യൽ മീഡിയ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. അവിടെ 15, ഇപ്പുറത്ത് 0 ആയിരിക്കും കാണുന്നത്. ഇവിടെ നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അതിൽ കൊടുത്തിരിക്കുന്ന 15ഓളം എക്കോസിസ്റ്റത്തിൽ ഓരോന്നിനും 6 വീതം സോഷ്യൽ മീഡിയയുമായി നമ്മൾ ലിങ്ക് ചെയ്യേണ്ടതുണ്ട്. അതിപ്പോൾ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും ട്വിറ്റർ ആണെങ്കിലും ടിക്ടോക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും എന്നീ തരത്തിലുള്ള 6ഓളം സോഷ്യൽ മീഡിയയുമായി നമ്മൾ ഫോളോ ചെയ്യണം. അവരുടെ ഗ്രൂപ്പിൽ നമ്മൾ ജോയിൻ ചെയ്യണം. എങ്കിൽ മാത്രമാണ് ആ ഒരു ടാസ്ക് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഇപ്പം നമ്മൾ ഇൻസ്റ്റാഗ്രാം നമ്മൾ ചെയ്തു. അടുത്തത് നമ്മൾ ഫേസ്ബുക്കാണ്. ഫേസ്ബുക്കിൽ ഫസ്റ്റ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്തും ആദ്യം ചെക്കിങ് ആയിരിക്കും ചോദിക്കുക. ആ ചെക്ക് ചെയ്തതിന് ശേഷം രണ്ടാമത് നമ്മൾ എന്ത് ചെയ്യണം, ജോയിനിങ് ഒന്നും കൂടെ ചെയ്യണം. അപ്പോൾ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ആദ്യം ചെക്ക് ചെയ്തു, രണ്ടാമത് ജോയിൻ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ ഫോളോ ആയില്ലെങ്കിൽ വീണ്ടും ഒന്ന് ഫോളോ ആക്കി കൊടുക്കാൻ വേണ്ടിയാണ്. അടുത്തത് നമ്മൾ വീണ്ടും ഫേസ്ബുക്കിലേക്ക് പോകുന്നു. ഫേസ്ബുക്കിൽ ടാപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ചെക്ക് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. അവിടെ ചെക്ക് ചെയ്യുക. എന്നിട്ട് നേരെ ക്രോമിലേക്ക് പോകുമ്പോഴത്തേക്കും ആ ഒരു എക്കോസിസ്റ്റത്തിൻ്റെ ബി സ്റ്റോർ എന്ന് പറഞ്ഞ അവരുടെ പ്രൊജക്റ്റിനെ നമ്മൾ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു വിൻഡോ ക്ലോസ് ചെയ്തിട്ട് വീണ്ടും നമ്മൾ ആ ഫേസ്ബുക്കിൻ്റെ ആ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ജോയിൻ എന്ന് പറഞ്ഞ് കാണിക്കും. അവിടെ വീണ്ടും നമ്മൾ ജോയിൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഒരിക്കൽ കൂടി ക്രോമിലോട്ട് നമ്മൾ പോയി അതൊന്ന് വെരിഫൈ ചെയ്യണം. ഈ തരത്തിൽ ഓരോന്നും നമ്മൾ ട്വിറ്റർ ആണെങ്കിലും ടിക്ടോക്ക് ആണെങ്കിലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങൾക്ക് ഐഡിയ ഉള്ള ഇതിലെല്ലാം നമ്മൾ എന്ത് ചെയ്യുക, സോഷ്യൽ മീഡിയയിൽ നമ്മൾ അവരെ ഫോളോ ചെയ്യുക. അതായത് വേണ്ട നമുക്ക് 15ഓളം മൊത്തം ടാസ്ക് ചെയ്ത് തീർക്കേണ്ടത് 15 അത് 15 എക്കോസിസ്റ്റത്തിൽ നിന്നും ഏതെങ്കിലും ഒരു 15 നിങ്ങൾ ടാസ്ക് പൂർത്തിയാക്കിയാൽ മതി. നിങ്ങളുടെ കയ്യിലുള്ള അക്കൗണ്ടുകൾ വെച്ച്. നിങ്ങൾക്കിപ്പോൾ എല്ലാ അക്കൗണ്ടുകളും ഉണ്ടാകണമെന്നില്ല. ട്വിറ്റർ ആണെങ്കിലും ടിക്ടോക്ക് ആണെങ്കിലും നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഏതൊക്കെയാണ് അക്കൗണ്ട് ഉള്ളത്. ഇപ്പോൾ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ടെലിഗ്രാം ഉണ്ട്, വാട്സപ്പ് ഉണ്ട്, ശരിയല്ലേ? അപ്പോൾ ആ ഒരു 3 നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ആ 3 വെച്ച് ഈ 15 നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ടോട്ടൽ 15 നമുക്ക് അവിടെ ടാസ്ക് അങ്ങനെ പൂർത്തീകരിക്കണം. ഇന്ന് നമ്മളിങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത ഒരു 24 മണിക്കൂർ കഴിയുന്ന സമയത്ത് അവിടെ വീണ്ടും നമ്മൾ പോയി ചെക്ക് ചെയ്ത് ജോയിൻ ചെയ്യുന്ന സമയത്ത് അവിടെ ക്ലൈം എന്നും പറഞ്ഞ് താഴത്ത് കാണാം. ഇപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതിപ്പോൾ ഞാൻ ഓരോന്നും ചെയ്യുകയാണ്. യൂട്യൂബിനകത്ത് നമ്മൾ സബ്സ്ക്രൈബ് കൊടുത്തു. അതിനുശേഷം നമ്മൾ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. അടുത്തത് ടെലിഗ്രാമാണ്. ടെലിഗ്രാമിൽ ചെക്ക് കൊടുക്കുന്നു. ചെക്ക് കൊടുത്ത ശേഷം നമ്മൾ വീണ്ടും ടെലിഗ്രാം ക്ലിക്ക് ചെയ്യുന്നു, ജോയിൻ കൊടുക്കുന്നു. ആ ജോയിൻ ബട്ടൺ നമ്മൾ വീണ്ടും ടാപ്പ് ചെയ്യുന്നു, വീണ്ടും ടെലിഗ്രാമിലേക്ക് പോകുന്നു, അതൊന്ന് വെരിഫൈ ചെയ്യുന്നു. ഓക്കെ, ഈ തരത്തിലാണ് ഓരോ സോഷ്യൽ മീഡിയയുമായി നമ്മൾ അവരെ ഫോളോ ചെയ്യുകയും അവരുടെ ചാനലുകളിൽ നമ്മൾ ജോയിൻ ചെയ്യുകയും ചെയ്യേണ്ടത്.
ഇനിയിപ്പം ഇന്നലെ ഞാൻ ചെയ്തു വെച്ചത് ഗോട്ടൈ ഞാൻ ഇന്നലെ ചെയ്തു വെച്ചതാണ്. അതിപ്പോൾ നമുക്ക് നോക്കാം. അതിലിപ്പം എനിക്ക് ഇൻസ്റ്റാഗ്രാം ഓക്കെ ആയിട്ടുണ്ട്. ഇനി ഫേസ്ബുക്ക് എങ്ങനെയാണ് ഓക്കെ ആക്കുന്നത് നോക്കാം. അവിടെ ജോയിൻ എന്ന് പറഞ്ഞ ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. ഒരിക്കൽ കൂടി അവരൊന്ന് വെരിഫൈ ചെയ്യും, നമ്മൾ അവരെ ലൈക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഫോളോ ചെയ്തിട്ടുണ്ടോ, അവരുടെ ചാനലിൽ നമ്മൾ ജോയിൻ ചെയ്തിട്ടുണ്ടോ എന്ന് ഒരിക്കൽ കൂടി ചെക്ക് ചെയ്യും. എന്നിട്ട് ബാക്ക് അടിച്ച് ഒന്ന് റീഫ്രഷ് ചെയ്തതിനു ശേഷം നമ്മൾ വീണ്ടും ആ ഫേസ്ബുക്കിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ ക്ലൈം എന്ന് പറഞ്ഞ ആ ഒരു ബട്ടൺ എനേബിളായി വരും. ഇപ്പോൾ ഞാൻ വീണ്ടും എടുക്കുന്ന ക്ലൈം എന്ന ബട്ടൺ എനേബിളായി വന്നു. നമ്മൾ ക്ലൈം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു പച്ച ടിക്ക് വീണു, കണ്ടോ? ഇങ്ങനെ പച്ച ടിക്കുകൾ എല്ലാത്തിലും വീഴണം. അതായത് 15ഓളം ഈ തരത്തിലുള്ള ടാസ്കുകൾ നമ്മൾ പൂർത്തിയാക്കുമ്പോഴാണ് ആ ലാസ്റ്റ് വന്നിരിക്കുന്ന ക്രൈറ്റീരിയ നമുക്ക് പൂർണ്ണമാക്കേണ്ടത്. എങ്കിൽ മാത്രമേ നിങ്ങൾ $200 വർത്തുള്ള എയർ ഡ്രോപ്പിൽ നിന്നും നിങ്ങൾ അടുത്ത ഒരു 400ലേക്കുള്ള പ്ലാറ്റ്ഫോമിലേക്ക് നിങ്ങൾ കടന്നു കയറത്തുള്ളൂ. ബാക്കിയുള്ള ക്രൈറ്റീരിയകളെല്ലാം ഓൾമോസ്റ്റും എല്ലാവരും ചെയ്തു കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ ഇപ്പം ഞാൻ ഇന്നലെ ചെയ്തു വെച്ചിരുന്ന എല്ലാ ടാസ്കുകളും ഇന്ന് എനിക്കത് കംപ്ലീറ്റായി. 6 എണ്ണം ഇപ്പോൾ ഞാൻ ഫുൾ കംപ്ലീറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി എനിക്ക് ബാക്കി 9 സോഷ്യൽ മീഡിയയുമായി ഫോളോ ചെയ്താൽ മാത്രമേ എനിക്ക് ആ ഒരു 15 എണ്ണം പൂർത്തിയാക്കാൻ സാധിക്കുകയുള്ളൂ. അത് ഇന്നത്തോടുകൂടി അത് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഞാൻ ആ 200 എയർ ഡ്രോപ്പിൻ്റെ ഇതിൽ നിന്നും അടുത്ത 400ൻ്റെ എയർ ഡ്രോപ്പിലേക്ക് ഞാൻ അടുത്ത് ജമ്പ് ആവും. ഇനി അടുത്ത 400ൽ എന്തൊക്കെയാണ് ടാസ്ക് പൂർത്തിയാക്കേണ്ടത്? ഓൾമോസ്റ്റ് ഇത് തന്നെയാണ്. അതിൽ ചില കാര്യങ്ങളും കൂടെ അഡീഷണൽ ആയിട്ടുള്ള ടാസ്കുകൾ ഉണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ അടുത്തടുത്ത ദിവസങ്ങളിലായി നമ്മുടെ ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾക്ക് ഏതായാലും വീഡിയോ ഒരു ഇൻഫർമേറ്റീവായി തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയുമായി വരും വരെ ഏവർക്കും നന്ദി, നമസ്കാരം.